അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. 2009 മുതൽ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നുണ്ട്. 2012 മുതൽ US നാടുകടത്തുന്നവരെ വിലങ്ങണിയിക്കാറുണ്ടെന്നും സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങിടാറില്ല എന്നും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നും 250ഓളം അനധികൃത കുടിയേറ്റക്കാരുമായി C-17 വിമാനം ഇന്ത്യയിലെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ജയശങ്കറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട്. ഇത് പൊതുവായി അംഗീകരിക്കപ്പെട്ട തത്വമാണ് എന്നും നിയമവിരുദ്ധമായ കുടിയേറ്റം പാടില്ലാത്തതാണ്. നമ്മുടെ രാജ്യം നിയമവിരുദ്ധ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നില്ല. തിരിച്ചയക്കുന്നവരോട് ഒരു തരത്തിലും മോശമായി പെരുമാറുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ US അനധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തിരിച്ചയക്കുന്നവരോട് മോശമായി പെരുമാറാതെ നിയമങ്ങൾ പാലിച്ചേക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്ക കയറ്റിവിട്ട കുടിയേറ്റക്കാരുടെ കണക്കുകളും വിദേശകാര്യമന്ത്രി പുറത്തുവിട്ടിരിക്കുകയാണ്. നൂറുകണക്കിന് അനധികൃത താമസക്കാരായ ഇന്ത്യക്കാരെയാണ് ഓരോ വർഷവും അമേരിക്ക നാടുകടത്തുന്നത്. 2009 മുതൽ നാടുകടത്തിയവരുടെ എണ്ണവും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. 2019 ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയിരിക്കുന്നത്. 2042 പേരെയാണ് ആ വർഷം നാടുകടത്തിയതെന്നാണ് കേന്ദ്രമന്ത്രി ജയശങ്കർ വ്യക്തമാക്കുന്നത്. 2009 മുതൽ കണക്കുകൾ ഇപ്രകാരമാണ്. 2009 734 പേരെയും, 2010 799, 2011 597, 2012 530, 2013 വരികയാണെങ്കിൽ 550, 2014 വരുമ്പോൾ 591, 2015 വരുമ്പോൾ 708 പേരെയും, 2016 വരുമ്പോൾ 1303 പേരെയും, 2017 വരുമ്പോൾ 1024 പേരെയും, 2018 ആയപ്പോഴേക്കും 1180 പേരെയും, 2019 2042 പേരെയും, 2020 ആയപ്പോഴേക്കും 1889 പേരെയും, 2021 805 പേരെയും, 2022 862 പേരെയും, 2023 670 പേരെയും, 2024 1368 പേരെയുമാണ് ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. അതേസമയം 2025 വെറും 104 പേരെയാണ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത്. അതേസമയം എന്നിങ്ങനെയാണ് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിക്കുന്നു. അമേരിക്കയുടെ നാടുകടത്തൽ സംഘടിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ് വഹിക്കുന്നത്. 2012 മുതൽ പ്രാബല്യത്തിൽ വന്ന ICE ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വഴിയുള്ള നാടുകടത്തലിന് മാർഗനിർദ്ദേശങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഓരോ തരത്തിലും നിയന്ത്രിക്കുന്നില്ല എന്നും ICE അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക കയറ്റിവിടുന്ന കുടിയേറ്റക്കാരുടെ കണക്കുകളും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. നാടുകടത്തൽ ഏത് വിമാനവും ഉപയോഗിക്കാൻ US-ന് അവകാശമുണ്ട്. ഏതുതരം വിമാനം ചാർട്ടേഡ് ചെയ്യണമെന്നത് അമേരിക്കയുടെ എമിഗ്രേഷൻ വിഭാഗമാണ് തീരുമാനിക്കുന്നത്. നാടുകടത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമേരിക്ക ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചിരുന്നു. നാടുകടത്തപ്പെട്ടവർ പലരും കോൺസുലർ സഹായം തേടിയിരുന്നില്ല എന്നും 104 പേരുടെ കാര്യത്തിൽ ഇന്ത്യൻ എംബസിക്ക് ഇടപെടാൻ കഴിയില്ല എന്നും ഇവർ എങ്ങനെ അമേരിക്കയിൽ നിയമവിരുദ്ധമായി എത്തിയെന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളുടെ വിസ അമേരിക്ക റദ്ദാക്കിയില്ല എന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ വ്യക്തമാക്കി. അതേസമയം അമേരിക്കയിൽ നിന്ന് 104 പേർ മടങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും അവർ ഓരോരുത്തരുടെയും പൗരത്വം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാകും US സൈനിക വിമാനത്തിന് ഇന്ത്യയിൽ ഇറങ്ങാൻ അനുമതി നൽകിയതെന്നും ഇതൊരു പുതിയ പ്രശ്നമോ സംഭവമോ അല്ല എന്നും വർഷങ്ങൾക്ക് മുൻപേ മുതൽ ഇത് നടക്കുന്നുണ്ടെന്നും പ്രതിവർഷം നൂറുകണക്കിന് ഇന്ത്യക്കാരാണ് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെടുന്നതെന്നും 2012 മുതൽ 530 പേർ ഇത്തരത്തിൽ എത്തിയതായും 2019 2000 പേർ മടങ്ങി വന്നിട്ടുണ്ട് എന്നും വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. നാടുകടത്തപ്പെട്ട ഓരോ ഇന്ത്യക്കാരനുമായും അധികൃതർ സംവദിക്കുന്നുണ്ട്. എങ്ങനെയാണ് അമേരിക്കയിൽ എത്തപ്പെട്ടതെന്നായിരുന്നു ഏജന്റുമാർ അന്വേഷണം നടത്തിയതും. നിയമവിരുദ്ധമായി കുടിയേറ്റക്കാർ സഹായിച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, NGO-കൾ എന്നിവയുടെ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുവഴി ഇത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ അത് ഒഴിവാക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കുന്നു. നിയമപരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അനധികൃത നീക്കങ്ങൾ തടയുകയും ചെയ്യുന്നത് നമ്മുടെ കൂടിയ ഉത്തരവാദിത്തമാണ്. വിദേശത്ത് കഴിയുന്ന പൗരന്മാർ അനധികൃതമായാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ തന്നെ അവരെ തിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നാടുകടത്തലിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇന്ത്യ അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ല എന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി കൂടിയായിരുന്നു അദ്ദേഹം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.